ചിലരുടെ ജീവിതം സിനിമ പോലെയാണ്. അവർ കടന്നുപോയ വഴികളും നേരിട്ട വെല്ലുവിളികളും നേടിയ വിജയങ്ങളും എല്ലാം മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നു. അത്തരത്തിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്റേതായ ഒരു അധ്യായം എഴുതി ചേർത്ത കലാകാരനായിരുന്നു സലീം കുമാർ. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പമില്ല എന്ന സത്യം മലയാളികൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. കാരണം അദ്ദേഹം ഒരു നടൻ മാത്രമായിരുന്നില്ല, നമ്മുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളുടെ ഭാഗം കൂടിയായിരുന്നു. മലയാള സിനിമയിൽ നിരവധി ഹാസ്യ നടന്മാരുണ്ടെങ്കിലും സലീം കുമാറിന് മാത്രമായി സ്വന്തമായൊരു സ്ഥാനമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദവും മുഖഭാവങ്ങളും സംഭാഷണങ്ങളും എല്ലാം പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ കഴിയുന്നവയായിരുന്നു. ഒരു ചെറിയ രംഗം പോലും തന്റെ സാന്നിധ്യം കൊണ്ട് അവിസ്മരണീയമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. സിനിമയിലെ കഥാപാത്രങ്ങളായി അഭിനയിക്കുകയല്ല, അവയിലൂടെ ജീവിക്കുകയായിരുന്നു അദ്ദേഹം. അവന്റെ അളവിനുള്ളത് കിട്ടി, എന്റെ മോന്റെ അളവിനുള്ള പെട്ടി കിട്ടി. മിമിക്രി വേദികളിൽ നിന്ന് ആരംഭിച്ച അദ്ദേഹത്തിന്റെ കലാജീവിതം കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും കഥയാണ്. ജീവിതത്തിലെ പരിമിതികളും പ്രതിസന്ധികളും മറികടന്ന് സ്വന്തം കഴിവിൽ വിശ്വസിച്ചാണ് അദ്ദേഹം മുന്നേറിയത്. ടെലിവിഷൻ പരിപാടികളിലൂടെയും വേദി അവതരണങ്ങളിലൂടെയും ജനഹൃദയങ്ങളിൽ ഇടം നേടിയ അദ്ദേഹം പിന്നീട് മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയ താരങ്ങളിൽ ഒരാളായി മാറി. സഭാവാസികളെ വന്ദനം. ഞാൻ അവതരിപ്പിക്കുന്ന ഗതയുടെ പേരാണ് മേരി കൂരി കുംബ്ലങ്ങ കൂട്ടാൻ വെച്ചപ്പോ. സലീം കുമാറിന്റെ അഭിനയ ജീവിതത്തിൽ നിരവധി ശ്രദ്ധേയ ചിത്രങ്ങൾ മലയാളികൾക്ക് മറക്കാനാവാത്ത ഓർമ്മകളായി മാറിയിട്ടുണ്ട്. കല്യാണരാമൻ, തിളക്കം, CID മൂസ, പുലിവാൽ കല്യാണം, മായാവി, ചട്ടമ്പിനാട്, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, പെരുമഴക്കാലം, അച്ഛനുറങ്ങാത്ത വീട്, ആദാമിന്റെ മകൻ അബു എന്നീ ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഓരോ കഥാപാത്രത്തിനും വ്യത്യസ്തമായ വ്യക്തിത്വം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ചിരിയുടെ ലോകത്ത് രാജാവായി വാഴുമ്പോഴും തന്റെ അഭിനയത്തിന്റെ മറ്റൊരു മുഖം അദ്ദേഹം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ഹാസ്യ കഥാപാത്രങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ജീവിതത്തിന്റെ വേദനകളും മനുഷ്യന്റെ വികാരങ്ങളും അതിഗംഭീരമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനം മലയാള സിനിമയുടെ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും. മരിക്കുന്നതിന് മുമ്പ് ആ പോരിശയാക്കപ്പെട്ട മണ്ണിലൊന്ന് കാലുകുത്തുക. നിങ്ങൾ കുറച്ചു കാലം ഗൾഫിലായിരുന്നു എന്നാണല്ലോ ഞാൻ പറഞ്ഞു കേട്ടത്. സത്യമായിട്ട് ഞാൻ ഗൾഫിൽ പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ അസാമാന്യ അഭിനയത്തിന് അംഗീകാരമായി 2010 മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹം നേടി. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അബു എന്ന കഥാപാത്രത്തെ അത്രയും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചതിനായിരുന്നു ഈ ബഹുമതി. ഇന്ന് മലയാള സിനിമ ദുഃഖത്തിലാണ്. ഒരു മഹാനായ കലാകാരനെ നഷ്ടപ്പെട്ട വേദനയിലാണ്. എന്നാൽ അതോടൊപ്പം അത്തരം ഒരു പ്രതിഭയെ സ്വന്തമാക്കിയതിന്റെ അഭിമാനവും മലയാളികൾക്കുണ്ട്. കാലം കടന്നുപോയാലും തലമുറകൾ മാറിയാലും സലീം കുമാർ എന്ന പേര് മലയാളികളുടെ മനസ്സിൽ എന്നും ജീവിക്കും.